വാസ്തുശാസ്ത്രം അനുസരിച്ച് ഓരോ വീടുകളിലും നാം വയ്ക്കുന്ന ചില വസ്തുക്കൾ ആ വീട്ടിലേക്ക് ധനവരവിന് പകരം ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒക്കെ ആയിരിക്കും വിളിച്ചു വരുത്തുന്നത്. സാമ്പത്തിക സമൃദ്ധി എന്ന് പറയുന്നത് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരും തന്നെ ഈ ലോകത്തില്ല. പക്ഷേ പലരുടെയും ജീവിതത്തിൽ അനാവശ്യമായ ചിലവുകളും ആകസ്മികമായിട്ടുള്ള, അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ ചില ധനനഷ്ടങ്ങൾ, പെട്ടെന്ന് ഒരു രോഗം വരിക, അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കടബാധ്യതകൾ വരുന്ന തരത്തിലുള്ള അവസ്ഥയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഇതിനെല്ലാം കാരണമായി പറയുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ പോലും അത്ര പ്രാധാന്യം നൽകാതെ വെക്കുന്ന ചില വസ്തുക്കളാണ് ഇപ്രകാരമുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോ ഇപ്രകാരം നമ്മൾ വീട്ടിൽ ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ലാത്ത വാസ്തുപരമായിട്ടുള്ള ചില വസ്തുക്കളെ, അതുപോലെ തന്നെ ചില തെറ്റുകളെയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം സംസാരിക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും പ്രപഞ്ച സത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയുവാൻ പോകുന്ന ഏതെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിലൊരു ഉപേക്ഷ വിചാരിക്കാതെ ആ വസ്തുക്കളെല്ലാം വീട്ടിൽ നിന്ന് അതിനൊരു പരിഹാരം നിങ്ങൾ കാണുക എന്നുള്ളതിൽ ഒരു മടിയും വിചാരിക്കരുത്. കാരണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സാന്നിധ്യവും ഇല്ലാത്ത വീടുകളിൽ ഒരു കാരണവശാലും അതിൻ്റെതായ സാമ്പത്തിക ഉന്നമനമോ അല്ല എന്നുണ്ടെങ്കിൽ നല്ല സമ്പത്തിന്റെ വരവോ ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ലക്ഷ്മി കടാക്ഷവും ലക്ഷ്മി ദേവി നമ്മുടെ വീടുകളിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുവാൻ പാടില്ല. അതായത് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ വസ്തുക്കളെല്ലാം വീട്ടിൽ ഭാഗ്യക്കേടുകളാണ് വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായി പറയുന്ന വസ്തു എന്ന് പറയുന്നത് ഉടഞ്ഞ രീതിയിലുള്ള വിഗ്രഹങ്ങളാണ്. നാം എല്ലാവരും വിഗ്രഹങ്ങൾ വെച്ച് ദേവീദേവന്മാരെ പൂജിക്കുന്നവരും ആരാധിക്കുന്നവരും ഒക്കെ തന്നെയാണ്. എന്നിരുന്നാലും ഉടഞ്ഞ വിഗ്രഹങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് വീട്ടിൽ നിന്ന് എടുത്തു മാറ്റുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വാസ്തുശാസ്ത്ര പ്രകാരം വീടുകളിൽ പൊട്ടിയ നിലയിലുള്ള ഏതെങ്കിലും വസ്തുക്കളോ, അതായത് ഇപ്പം വിഗ്രഹങ്ങൾ തന്നെ ആകണമെന്നില്ല, എന്തെങ്കിലും ഗ്ലാസുകൾ, കണ്ണാടികൾ, അങ്ങനെ അതുപോലെ ഫോട്ടോകൾ, ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ, എന്തു തന്നെ ആയാലും പൊട്ടിയ രീതിയിലുള്ളവയാണെങ്കിൽ അത് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളെയും വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജത്തെയും ഒക്കെ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. വീട്ടിലുള്ള പോസിറ്റീവ് എനർജിക്ക് തടസ്സം വരുത്തുകയും ആ വീട്ടിലേക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കും ഇപ്രകാരമുള്ള ഉടഞ്ഞ വിഗ്രഹങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അത് പ്രകാരം നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഉടഞ്ഞ വിഗ്രഹങ്ങൾ ഉള്ളവരാണെങ്കിൽ അതിന് പൂജാമുറിയിലാണെങ്കിലും പ്രാർത്ഥിക്കുന്നിടത്തല്ല, വീടിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലാണ് അത് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായും ആ ഒരു വിഗ്രഹം അവിടെ നിന്ന് എടുത്തു മാറ്റേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് കത്തിയ വിളക്കുകളോ മെഴുകുതിരിയോ അതിന്റെ അവശിഷ്ടങ്ങളോ ഒക്കെ വീടുകളിൽ കിടക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഒരിക്കൽ കത്തിച്ചു വെച്ച വിളക്കിന്റെ തിരിയായിരിക്കും അല്ലെങ്കിൽ ഒരു മെഴുകുതിരി ആയിരിക്കും. അപ്പം വീണ്ടും ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കും, എന്നാലും അത് ഒരു കരിഞ്ഞ് ഒരവസ്ഥയിൽ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുകയാണെങ്കിൽ അത് ഒട്ടും ശുഭകരമല്ല. തീർത്തും അശുഭകരമായ ഫലങ്ങളായിരിക്കും നിങ്ങളുടെ വീടുകളിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ മനസ്സമാധാനമില്ലാത്ത രീതിയിൽ കുടുംബ കലഹങ്ങളും, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും ഒക്കെ ഇതുവഴി ഉണ്ടാകാം. കാരണം കത്തിച്ച വിളക്കും തിരിയും ഒക്കെ വീണ്ടും ഉപയോഗിക്കുന്ന സാമ്പത്തിക നഷ്ടവും അതുപോലെ എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ വീടുകളിലേക്ക് വരുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അതിനാൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇനി അത് തുടരാതിരിക്കുക. അതിനുള്ള പരിഹാരം നിങ്ങൾ തീർച്ചയായും കാണുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് വീടുകളിൽ എല്ലാവരും തന്നെ ചെയ്യാറുള്ള ഒരു തെറ്റെന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കാത്ത പഴയ വസ്ത്രങ്ങളൊക്കെ എവിടെയെങ്കിലും കൂട്ടിയിടും. അതല്ല എന്നുണ്ടെങ്കിൽ കീറിയതും പഴകിയതുമായിട്ടുള്ള വസ്തുക്കൾ ആർക്കെങ്കിലും എടുത്തു കൊടുക്കണമെന്ന് പോലും ആരും ചിന്തിക്കാറില്ല. പലപ്പോഴും വസ്ത്രങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ഉപയോഗിക്കാമോ അത്രത്തോളം ഉപയോഗിച്ചതിന് ശേഷം എവിടെയെങ്കിലും കൊണ്ടുചെന്ന് ഇടുന്നത് ഒരു കാരണവശാലും വാസ്തുപ്രകാരം ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് കീറിയതും പഴകിയതും ഉപയോഗിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങൾ വീട്ടിൽ കൂന കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഊർജത്തെ കൂടുതലായി വീട്ടിലേക്ക് ആകർഷിക്കുകയും അത് ആ വീട്ടിലേക്ക് എല്ലാവിധമായിട്ടുള്ള അശുഭകരമായിട്ടുള്ള കാര്യങ്ങളെയും വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനാൽ ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ
എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതോടെ അത് നിർത്തുക. അതൊക്കെ എടുത്ത് മാറ്റി വൃത്തിയായി വീടും പരിസരവും ഒക്കെ സൂക്ഷിക്കുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് കേടുപാട് വന്നിട്ടുള്ള, അതായത് എന്തെങ്കിലും പൊട്ടിയതോ ഇല്ലെങ്കിൽ ഒടിഞ്ഞു പോയതോ ഒക്കെ ആയിട്ടുള്ള ഫർണിച്ചർ ഐറ്റംസ് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ, അതിന് മേശ ആയിക്കോട്ടെ, കസേര ആയിക്കോട്ടെ, അതല്ല എന്തെങ്കിലും സോഫ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ഒടിഞ്ഞതോ പൊട്ടിയതോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വീട്ടിൽ വീണ്ടും വെച്ചുകൊണ്ടിരിക്കരുത്. അത് തീർത്തും അശുഭകരമാണ്. വാസ്തുപ്രകാരം അനുസരിച്ച് വീട്ടിലേക്ക് വരുന്ന എല്ലാവിധ ദോഷങ്ങൾക്കും പ്രധാന ഒരു കാരണമായിട്ട് പറയുന്നതിൽ ഒന്നാണ് ഇത്. ഒടിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടിയിട്ടുള്ള രീതിയിലുള്ള ഫർണിച്ചർ. അത് നിങ്ങൾക്കിനി എത്ര സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള സമയമാണെങ്കിലും അത് ചിലപ്പോൾ മാറ്റി വാങ്ങിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. എന്നിരുന്നാൽ പോലും നിങ്ങൾ അത് കണക്കിലെടുക്കാതെ പുതിയ ഒന്ന് വാങ്ങിച്ചിടുന്നതിന് വേണം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുവാനായിട്ട്. എങ്കിൽ അതിൻ്റെതായ ഗുണഫലങ്ങൾ നിങ്ങളിലേക്ക് വരും. ഇതൊക്കെ മാറ്റുന്നതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും വരുമാനങ്ങൾ കൂടുവാനും ഒക്കെ ഇടയാകും. അതുപോലെ തന്നെ വീട്ടിൽ മനസ്സമാധാനവും സന്തോഷവും ഒക്കെ വന്ന് നിറയുവാനും ഒക്കെ ഇതിനാൽ ഇടയാകും. ഇനി അടുത്തതായിട്ട് വീടുകളിൽ എല്ലാവരും തന്നെ ചെയ്യാറുള്ള ഒരു തെറ്റെന്ന് പറയുന്നത് പൂവൊക്കെ പറിച്ച് വീടിനകത്ത് വെക്കും. അത് ചിലപ്പോൾ ഫ്ലവർ വൈസ് അലങ്കരിക്കാനൊക്കെ ആയിരിക്കും നിങ്ങൾ ഇത് ചെയ്യുന്നത്. എന്നിരുന്നാലും ആ പൂവുകൾ അവിടെ കരിഞ്ഞ് വാടി അവിടെയെല്ലാം വീണ് കിടക്കുന്ന രീതിയിൽ ആണ് ഉള്ളതെങ്കിൽ തീർച്ചയായും ഗുണഫലങ്ങൾക്ക് പകരം ദോഷഫലങ്ങളായിരിക്കും ആ വീട്ടിലേക്ക് വരുന്നത്. വീടിനുള്ളിലെ ഓരോ ചെറിയ വസ്തുക്കളും ആ വീടിന്റെ ആ ഒരു അന്തരീക്ഷത്തെയും അതുപോലെ തന്നെ ഊർജ നിലയും ഒക്കെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വാസ്തുശാസ്ത്രത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഒരു വീടിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും സാമ്പത്തികമായ ഉന്നമനത്തിനും ഒക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ആ വീട്ടിലെ ഊർജത്തിന്റെ സന്തുലിതാവസ്ഥയാണ്. അതായത് പോസിറ്റീവ് ഊർജം ഏറ്റവും നന്നായി ഉള്ള വീടുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഉയർച്ചയും ഉന്നമനങ്ങളും ഒക്കെ വന്നു ചേരുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പൂക്കളോ ഇലകളോ ചെടികളോ ഒക്കെ വീട്ടിൽ കരിഞ്ഞ അവസ്ഥയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങി ഇരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവ എടുത്ത് മാറ്റുക. പകരം നിങ്ങൾക്ക് പുതിയ പൂക്കളും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വീടിനുള്ളിൽ വെക്കാവുന്ന തരത്തിലുള്ള ചെടികളൊക്കെ നിങ്ങൾക്ക് നട്ടു വെക്കാവുന്നതാണ്. അതിലൊന്നും ഒരു ദോഷവുമില്ല. എന്നാൽ ഇപ്രകാരം ഉണങ്ങിയ പൂക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവ എടുത്തു മാറ്റുക. ഇവ സാമ്പത്തിക നഷ്ടത്തിലേക്കായിരിക്കും അവ കൊണ്ടുപോകുന്നത്. പിന്നെ എന്തിനാണ് നമ്മളത് വെച്ചുകൊണ്ടിരിക്കുന്നത്? അതിനാൽ വാസ്തുപ്രകാരമുള്ള ഈ ഒരു തെറ്റ് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാതെ ഫ്രഷ് ആയിട്ടുള്ള പുഷ്പങ്ങളും ചെടികളും ഒക്കെ നിങ്ങൾക്ക് വീടിനുള്ളിൽ വെക്കാവുന്നതാണ്. അത് ഏറ്റവും ശുഭകരവുമാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന അടുത്ത ഒരു തെറ്റാണ് നിന്നു പോയിട്ടുള്ള ഘടികാരം, അതായത് ചലനമറ്റ ക്ലോക്കുകൾ വീടിനുള്ളിൽ വെക്കുന്നത്. തീർത്തും ശുഭകരമല്ല. കാരണം ഇപ്പോൾ സമയം ചിലപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുണ്ടാവുള്ളൂ അത് ആ ഒരു ക്ലോക്ക് ഓടാതായിട്ട്. അപ്പം എന്ന് വിചാരിച്ച് അടുത്ത ദിവസം ബാറ്ററി മാറ്റാമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കരുത്. ഒന്നെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്ററി വാങ്ങിച്ചിട്ട് അത് ഓടുന്ന രീതിയിലേക്ക് ആക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു പുതിയ ഘടികാരം വാങ്ങി വെക്കുക. കാരണം ഇത് വളരെയധികം നിങ്ങൾക്ക് സമയദോഷങ്ങൾ ഉണ്ടാകുവാനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ ഇത് കാരണമാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ക്ലോക്കുകൾക്ക് വീട്ടിലെ ഘടികാരങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും പെട്ടെന്ന് പ്രവർത്തന സജ്ജമാക്കുവാനും അതുപോലെ തന്നെ അത് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു ക്ലോക്ക് വാങ്ങിച്ചു വെക്കുവാനും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീടിന്റെ പുരോഗതി എന്നുള്ള കാര്യം നിങ്ങൾ മറക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് വാസ്തവം. ഇനി അതുപോലെ തന്നെ അത്യാവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും വീടുകളിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അതായത് പഴയ വസ്തുക്കൾ ഒന്നും, അതായത് ഇപ്പൊ കിടക്കുന്ന മെത്തയായിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇടുന്ന വസ്ത്രങ്ങളായിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സാധനങ്ങൾ വീട്ടിൽ നമുക്ക് ആവശ്യമില്ലാത്തവയാണെങ്കിൽ അവ ഒരു കാരണവശാലും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ആവശ്യമില്ലെന്ന് തോന്നുന്നവ അപ്പോൾ തന്നെ നിങ്ങൾ നീക്കം ചെയ്ത് വീട് വളരെയധികം വൃത്തിയുള്ളതായി വെക്കുക. ഇപ്രകാരം അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വീട്ടിൽ വലിച്ചു വാരി ഇടുകയാണെങ്കിൽ അത് ശനിദോഷവും രാഹുവിന്റെ ദോഷവും ഒക്കെ നമ്മുടെ ഭവനങ്ങളിലേക്ക് വിളിച്ചു വരുത്തുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അതിനാൽ ഈ രാഹുവിന്റെയും ശനിയുടെയും ഒന്നും ഈ ഗ്രഹങ്ങളുടെ ഒന്നും അനുഗ്രഹമില്ലാതെ നമുക്ക് ഒരു തരത്തിലുള്ള ഉയർച്ചകളും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരില്ല. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വീട് എപ്പോഴും അനാവശ്യ സാധനങ്ങളൊന്നും
ഇല്ലാതെ വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ തന്നെ വീട്ടിലേക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങളും ധനവരവും ഒക്കെ ഉണ്ടാകുന്നതായി നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും. കൂടുതൽ ജ്യോതിഷപരമായ അതുപോലെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളുമായി ഞാൻ വീണ്ടും പുതിയ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി.